I've been waiting for this moment for so long. An answered prayer, I know you are the one. I give to you my heart and soul, with a love that will never grow old. In my life I can see that you were made for me. You'll be there to catch me if I fall. All the days I have prayed, and the love that I have saved, with this ring I'm giving you my all. I thank God for the gift He's given me, a love that's strong for all eternity. I give to you all of my days, with a love for all of your ways. In my life I can see that you were made for me. I'll be there to catch you if you fall. All the days I have prayed, and the love that I have saved, with this ring I'm giving you my all. With this ring I give to you my all. In the days that we grow old, times may change, but our love will remain. As we look back on this day now, we stood the test of time, living the promise of our vow. ഞങ്ങൾ ഇന്നത്തെ ഈ ദിവസത്തെ പരിപൂർണമായിട്ട് സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ ഇന്ന് വിവാഹിതരാകാൻ പോകുന്നു. രണ്ട് മക്കളെയും കുട്ടിയും പ്രത്യേകമായിട്ട് കർത്താവിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അയോഗ്യരാണ്, പാപികളാണ്, ബലഹീനരാണ്. എല്ലാ കുറവുകളെയും കൊണ്ട് പരിഹരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊല്ലിയിട്ടുള്ള എല്ലാ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് പ്രത്യേകമായിട്ട് ഈ സമയം സമർപ്പിച്ച് നന്ദി പറയുന്നു. ദൈവമേ സ്തോത്രം. കർത്താവ് ഈശോയെ, പ്രിയപ്പെട്ട ഇരു മക്കളുടെയും വിവാഹരാകാൻ പോകുന്ന പ്രിയപ്പെട്ട മക്കളെ രണ്ടുപേരെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. അവിടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്ത ഈ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ മേഖലകളിലേക്കും പ്രത്യേകമായിട്ട് അനുഗ്രഹം ചെയ്യണമേ. ഇന്ന് നടക്കുന്ന ആ വിവാഹ ചടങ്ങ് അതിമനോഹരമാക്കണമേ. ഓരോ കുറവുമില്ലാതെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ. ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവണത്തോട് കൊടുക്കരുതേ, അന്വേഷിക്കണമേ. അമ്മേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി നിത്യം ആദ്യം പ്രാർത്ഥിക്കണം. ഈശോയുടെ നന്മടഞ്ഞ പറയുമേ സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ നീതിക്കപ്പെട്ടവനാവുന്നു. എത്രയും നീളമാവേ നിന്റെ കന്യാന്റെ രാജ്ഞിയായി നീയെ നീളമാവേ വിലപിച്ച കണ്ണർ ചിന്തി ആധിക്യത്തെ കാക്കൊണ്ട് നിന്റെ സന്നിധി നിൽക്കുന്നു. അവതരിച്ച വനത്തെ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ വീട്ടിലെ ദയാവറും കേട്ടണമേ. ആമേൻ. സങ്കീർത്തനം 23. കർത്താവ് എൻ്റെ ഇടയൻ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു.
പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പുവരുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. എല്ലാവരെയും സന്തോഷപൂർവ്വം പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കെവിൻ്റെ ബന്ധുജനങ്ങളെയും മരീനയുടെ ബന്ധുജനങ്ങളെയും വിവിധ പ്രദേശങ്ങളിലെത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കെവിൻ്റെയും മരീനയുടെയും വിവാഹത്തിന് സാക്ഷികളാകാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമൊക്കെ ആയിട്ടാണ് ആശംസകൾ തരാനൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങളിൽ പങ്കെടുക്കാം. കർത്താവേ, ഇവരുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കാൻ അങ്ങ് കരുണ തോന്നി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവനും ഉപജീവിക്കും എല്ലാ ആശംസകളും തരികയാണ് സന്തോഷപൂർവ്വം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ
അത്യുന്നതമാ സുലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കുണ്ടാവേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹബന്ധതായി ഹൃദയത്തിൽ ജീവിക്കുവാൻ അങ്ങയുടെ ദാസനായ പിന്നെ മരീനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ ഇവർ പരസമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃപ്രപഞ്ചം നയിക്കുന്ന കുടുംബത്തിന് നൽകുവാൻ ഈ മക്കളെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മുഖത്തിനും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഈ കുദാശയോധനോട് പരികർമ്മം ചെയ്യുവാൻ ബലഹീനങ്ങളെ ഓരോരുത്തരും ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ ജനത്തെയും പ്രതികളെ നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷയുടെ മണവാട്ടിയെ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോടികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതനായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വളഞ്ഞിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തിൽ മുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഖ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ മണവാട്ടിയ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പൊടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്ന അന്ധകാരം നടക്കുകയിൽ നലിച്ചത് വിശുക നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും മാർഗ ദൈവമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എന്റെ കർത്താവേ, ഗസ്ത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ എപ്പോഴും ജീവിക്കുന്നവനും നീ
നിത്യം പരിപാലിക്കുന്നതിനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതി ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഇരുന്നു കൊണ്ട് ശ്രദ്ധാപൂർവം ദൈവവചനം ശ്രമിക്കാം. വിശുദ്ധ പത്രോസിൽ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗം കർത്താവെ ആസ്വദിക്കണം. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൊടികളായ പിന്നെമൊടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രമോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസരണം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശ്വസ്ത്രീകൾ ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറാ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നു. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടുകൂടി നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായമായ കൃപയ്ക്ക് തുല്യ അവാസിനി എന്ന നിലയിൽ അവളുടെ ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. സദാവരം എന്ന പരിസ്ഥിതി സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 11 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വിരുന്ന് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു.
ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വ വെളിപ്പെടുത്തിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവിടെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രിയപ്പെട്ട എബിൻ, മരീന, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ആദ്യമായിട്ട് തന്നെ വിവാഹത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമ്മുടെ എല്ലാവരുടെയും, എബിനെയും മരീനയും സ്നേഹിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഇവനും മരീനയ്ക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. വളരെ നല്ലൊരു ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. പരിശുദ്ധമായ ഒരു കൂദാശ പരികർമ്മത്തിലോ അദൃശ്യമായ ദൈവപ്രസാദം ദൃശ്യമായ അടയാളങ്ങളിലൂടെ ഇവരിലേക്ക് വർഷിക്കപ്പെടുന്നത് നാം അനുഭവിക്കുകയും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഏക മനസ്സോടെ വിശ്വസ്തയോടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ ദൈവാനുഗ്രഹങ്ങളും എബിൻ്റെ മേലും മരീനയുടെ മേലും വർഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. നമുക്കതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഇവർക്ക് അനുഭവിച്ചറിയുവാനും ഇനി ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിൽ ജീവിക്കുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അവൻ പറയുന്ന പോലെ ചെയ്യപ്പെടും. ഈശോ പറയുന്ന പോലെ, എബിൻ പറയുന്ന പോലെ മരീന എല്ലാം അനുസരിക്കുകയും മരീന പറയുന്ന പോലെ എബിനനുസരിക്കുന്നതിന്റെ അപ്പുറം മരീനയും എബിനും ചേർന്ന ദൈവം എന്താണ് പറയുന്നതെന്ന് അന്വേഷിച്ച പരിശുദ്ധമ്മയെ പോലെ രണ്ടുപേരും ചേർന്ന് ഇതാ കർത്താവിന്റെ ദാസൻ എന്ന ദാസി എന്ന് പറയുമ്പോൾ ഇവരുടെ ജീവിതം ഏറ്റവും നല്ലത്. നിങ്ങൾ രണ്ടുപേരും ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹാശംസകൾ മുഴുവൻ സ്വീകരിച്ച് ഏറ്റവും നന്നായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കുടുംബത്തിന് ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യന്റെ മുമ്പിലും കൂടുതൽ പ്രീതി ഉണ്ടാക്കുവാനും ഇടയാകട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അഭിഷേകിച്ച് നയിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളും ചേർത്ത് വെച്ചുകൊണ്ട് ആശംസകൾ നേരുന്നു. ആമേൻ. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, ഇടനന്തമായ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇവനും മരിയയും ചേർന്ന് സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യ കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശ വഴി പരസ്പരം ബന്ധിതരാകാൻ പോവുകയാണ്. ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാനായി തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്തകന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവനെയും മരിയെയും സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇവനെന്ന് വിളിക്കപ്പെടുന്ന ജോൺ മിശിഹായുടെ നിയമവും
തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മരീന എന്ന് വിളിക്കപ്പെടുന്ന മരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മരീന എന്ന് വിളിക്കപ്പെടുന്ന മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടു കൂടി എബിൻ എന്ന് വിളിക്കപ്പെടുന്ന ജോണിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികൾ. നിങ്ങൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. വലതുകരം ചേർത്ത്. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബ ജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. താലിവെച്ചരിപ്പം കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാവുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മോതിരം വെഞ്ചരിപ്പം. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുവാൻ സന്തോഷത്തിലും ദുഃഖത്തിലും മഹത്വത്തോടും പ്രകാശത്തോടും കൂടി വ്യാപരിക്കുവാനും ഇവരെ സഹായിക്കുന്ന ജപമാല പ്രാർത്ഥനയ്ക്ക് ഉപകരിക്കുന്ന ഈ ജപമാലകളെയും ആസ്വദിക്കണമേ. ഇതൊരു ഉത്തമമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നിന്നോട് ഐക്യപ്പെടുവാനും പരസ്പരം ബലപ്പെടുത്തുവാനും ഇടയാക്കുകയും ചെയ്യണമേ. മന്ത്രകോടി വെഞ്ചരിപ്പം. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണം. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. മണ്ണിനെ വിണ്ണോട് ചേർക്ക കല്യാണരൂപനാകും ഈശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. കന്യാംബികെ കോമൽ സുതരാമീശോയും യോസേപ്പിതാ കന്യാംബികെ
വിവാഹത്തിൻ്റെ പ്രതിജ്ഞ രണ്ടുപേരും കൂടെ കർത്താവിൻ്റെ മുമ്പിൽ എടുക്കുമ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി ഏറ്റവും തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടൊപ്പമായിരിക്കാം. ഏറ്റുപറയുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്നോ വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സഹോദരനെ, നിങ്ങൾ തലപടിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിന്റെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. വിശുദ്ധരായ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകിനും പേരിൽ പിരിയാതെ നീ എന്റേതാവുകയും ഈറൻ കാറ്റിൻ കാതിൽ മൂളും മായാലാകും മായാതെ ചേരുന്നൻ നെഞ്ചിൽ നീയാകെ ഈശോയെ
അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യൻ സൃഷ്ടിക്കുകയും സൃഷ്ടികരമെല്ലാവരും പങ്കാളിയാക്കുകയും കാരണം ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കുദാശമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതിയുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കൂട്ടായ്മയെ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തിന് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥരായ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തെ സ്തുതി ബഹുമാനവും സമർപ്പിക്കുവാൻ നിങ്ങൾ സമ്പന്നരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കകളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏദൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമണാളാ നീതി ഞാൻ നാഥ, ഞാൻ നിൻ മണവാട്ടി. നീയാണെൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം. ഒരു നാളും പിരിയാതിൻ പാതകൾ തോറും ദീപമായി പ്രിയമോടിൻ ചാരേ നീ ഒന്നണയാനായി കാത്തു ഞാൻ. അരികിലായി നീ വന്നു ചേർന്നാൽ പാടിടാം ഞാനോ ശാന. This was the year the glue gave out, when everything solid became a cloud. Uncertainty swirled around like dust, but home was a safe place for us. When I look in your eyes, all I see is light, and the darkness around us gets smaller. Today I am thankful for you. നമസ്കാരം ടു എവ്രിവൺ. എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഗസ്റ്റുകൾക്കും രണ്ട് ഫാമിലി മെമ്പേഴ്സിൻ്റെ സൈഡിൽ നിന്നും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. പണ്ടൊക്കെ ഒരു വെഡ്ഡിംഗ് എന്ന് പറയുന്നത് ഫാമിലിയിലെ തലമുതിർന്ന കാരണവന്മാരും അടുത്ത ബന്ധുക്കളും ചേർന്ന് നടത്തുന്ന ചെറിയൊരു ചടങ്ങായിരുന്നു. പക്ഷേ ഈ ഒരു ജനറേഷനിൽ ഒരു വെഡ്ഡിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ സെലിബ്രേഷൻസിലൊന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന സ്റ്റാർസ് ഓഫ് ദി ഡേ എബിൻ ആൻഡ് മറീന രണ്ടുപേരും ഈ ഒരു ഹാളിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ സ്റ്റാർസ് ഓഫ് ദി ഡേ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം.
ചെയ്തിരിക്കുന്ന സ്റ്റാർസ് ഓഫ് ദി ഡേ അങ്ങനെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്നേഹവും ബ്ലെസ്സിങ്സും ഒക്കെ തീർച്ചയായിട്ടും നല്ലൊരു കയ്യടിയിലൂടെ കൂടെ തന്നെ എക്സ്പ്രസ് ചെയ്യാം, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം സ്റ്റാർസ് ഓഫ് ദി ഡേ. ഓക്കെ, ഇപ്പോൾ മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബ്രൈഡ് ആൻഡ് ഗ്രൂം ആണ്. സോ ബ്രൈഡിനെ കുറിച്ചും ഗ്രൂമിനെ കുറിച്ചും ഒരു ക്യുക്ക് ബയോ കൊടുത്തതിന് ശേഷമായിരിക്കും ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ്ലി ഗ്രൂം എബിൻ വർഗീസ്, ഹി കംപ്ലീറ്റഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് വർക്കിംഗ് ഇൻ സ്ലോവാക്ക് റിപ്പബ്ലിക്. അതോടൊപ്പം തന്നെ ബ്രൈഡ് മറീന ജെയിംസ് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇൻ പഗലോൺ മെഡിക്കൽ മിഷൻ. സോ ഇതാണ് ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ കുറിച്ചുള്ള ഒരു ക്യുക്ക് ബയോ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ രണ്ടുപേരുടെ ലൈഫിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. ആൻഡ് ഈ ഒരു സ്റ്റേജ് കുറച്ചുകൂടെ സ്പെഷ്യൽ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പേഴ്സൺസിൻ്റെ പ്രസൻസ് സ്റ്റേജിൽ വേണം. ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. സോ ഫസ്റ്റ്ലി നമ്മൾ ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നുള്ള ഫാമിലിനെയാണ് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് മണമേൽ ഫാമിലി. ഫസ്റ്റ്ലി ഇൻവൈറ്റിംഗ് ഫാദർ മിസ്റ്റർ വർഗീസ് MJ ആൻഡ് മദർ മിസ്സിസ് മോളി വർഗീസ്. രണ്ടുപേരെയും വളരെ സ്നേഹപൂർവ്വം നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഈ ഒരു സൈഡില് പേരൻസ് രണ്ടുപേരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർമൽ ടോക്കിങ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, രണ്ടുപേരും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഫാദർ ബിസിനസ്മാൻ ആണ്, അതോടൊപ്പം തന്നെ അമ്മ വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് കെയർ സെക്ടറിലാണ്. ആൻഡ് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിൽ തീർച്ചയായിട്ടും ബ്രൈഡ് ആൻഡ് ഗ്രൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നത് സിബിലിങ്സിനെ തന്നെയാണ്. ആൻഡ് ഈ ഒരു സൈഡിൽ ബ്രദറാണുള്ളത് ബിബിൻ വർഗീസ്. സോ നമുക്ക് ബിബിനെ നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ ഈ ഒരു സ്പെഷ്യൽ വെന്യൂവിൽ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നല്ലൊരു ക്ലാപ്പ്, നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ ബ്രദറിൻ്റെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ ഈ ഒരു സൈഡിൽ സിബിലിംഗ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈസ് ഓൾസോ കംപ്ലീറ്റഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, വർക്ക് ചെയ്യുന്നത് സ്ലോവാക്ക് റിപ്പബ്ലിക്കിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഫാമിലിയുടെ ഒരു സമാധാന ഐശ്വര്യമൊക്കെ എന്നും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഗ്രാൻഡ് പേരൻസിൻ്റെ ഒരു പ്രേയേഴ്സും കൂടെ ഉള്ളതുകൊണ്ടാണ്. ഈ ഒരു ഒക്കേഷനിൽ വളരെ സന്തോഷപൂർവ്വം തന്നെ ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നുള്ള ഗ്രാൻഡ് മദർ മിസ്സസ് ട്രേസിയമ്മ ജോൺ നമുക്ക് അമ്മശയെ വളരെ സ്നേഹപൂർവ്വം തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഈ ഒരു സൈഡിൽ ഗ്രാൻഡ് പേരൻറ്റ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഗ്രൂമിൻ്റെ ഈ ഒരു സൈഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ്ലി ബ്രൈഡിൻ്റെ ആ ഒരു സൈഡ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള മറ്റൊരു ഫാമിലിയാണ് പാറക്കുന്നേൽ വടക്കേക്കുറ്റ് ഫാമിലി. സോ ഫസ്റ്റ്ലി ഇൻവൈറ്റിംഗ് ഫാദർ മിസ്റ്റർ ജെയിംസ് ജോസഫ് ആൻഡ് മദർ മിസ്സിസ് പുഷ്പ ജെയിംസ്. രണ്ടുപേരെയും വളരെ സ്നേഹപൂർവ്വം നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഈ ഒരു സൈഡിലും തീർച്ചയായിട്ടും ഫോർമൽ ടോക്കിങ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പേരൻസ് തന്നെയാണ് നമ്മുടെ ഫാമിലിയുടെ ഒരു മെയിൻ ബാക്ക് ബോൺസ് എന്ന് പറയുന്നത്. അതോടൊപ്പം ഇവിടെ കംപ്ലീറ്റ് ആവാനായിട്ട് നമുക്ക് ഒരാളെ കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. ഈ ഒരു സൈഡിലൊരു സിബിലിംഗ് ആണുള്ളത് ജോയൽ. നമുക്ക് ജോയൽ ജെയിംസിനെ നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഈ ഒരു സൈഡിലെ സിബിലിംഗും ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ വർക്ക് ചെയ്യുന്നത് ലേ മീഡിയനിലാണ് ഇൻ കൊച്ചി. സോ ഈ ഒരു ഹോൾ ഫാമിലി ട്രീ കംപ്ലീറ്റ് ആവാനായിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നുള്ള ഗ്രാൻഡ് പേരൻറ്റിനെ കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. മിസ്സസ് ട്രേസിയമ്മ ഫിലിപ്പ് നമുക്ക് അമ്മശയെ വളരെ സന്തോഷപൂർവ്വം തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നല്ലൊരു ക്ലാപ്പ്, നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ ബ്രൈഡിൻ്റെ സൈഡിൽ നിന്നുള്ള ഗ്രാൻഡ് മാമിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ ബ്രൈഡിനും ഗ്രൂമിനും തിരി രണ്ട് സൈഡിൽ നിന്നുള്ള പേരൻസ് ചേർന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. സെൻറ്ററിലെ ആ ഒരു തിരി ലൈറ്റ് ചെയ്യുന്നത് ബ്രൈഡും ഗ്രൂമും ചേർന്നാണ്. നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം കേട്ടോ, നല്ലൊരു കയ്യടി കൊടുക്കാം. രണ്ടുപേരുടെ ലൈഫിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. അടുത്തൊരു തിരി ലൈറ്റ് ചെയ്യുന്നത് ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നുള്ള പേരൻസ് രണ്ടുപേരും ചേർന്നായിരിക്കും. ഈ ഒരു ലൈറ്റിംഗ് കഴിഞ്ഞ് ബ്രൈഡിൻ്റെ സൈഡിലെ പേരൻസ് ആയിരിക്കും ലൈറ്റ് ചെയ്യുക.
കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ വലിയ കേക്ക് പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കുട്ടികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഒത്തിരി കുട്ടിക്കുറുമ്പന്മാരും കുട്ടിക്കുറുമ്പത്തികളൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ചെറിയൊരു കൗണ്ട് ഡൗൺ ആണ്. ഒന്ന് 3, 2, 1 കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷമായിരിക്കും കേക്ക് കട്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 3, 2, 1 and go. നല്ലൊരു ക്ലാപ്പോട് അഡീഷണലി കൊടുക്കാം. ടൈമിൽ ചെറിയൊരു റൂള് വരുന്നുണ്ട്. കൈ ക്രോസ് ചെയ്തിട്ട് സെൽഫായിട്ടാണ് വൈൻ ഡ്രിങ്ക് ചെയ്യേണ്ടത്. കൈ ക്രോസ് ചെയ്തിട്ട് സെൽഫായിട്ടാണ് ഡ്രിങ്ക് ചെയ്യേണ്ടത്. 2 സൈഡിൽ നിന്നുള്ള സിബ്ലിങ്സ് ചേർന്ന് വൈൻ ഗ്ലാസസ് ഹാൻഡ് ഓവർ ചെയ്യാം. കൈ ക്രോസ് ചെയ്തിട്ട് സെൽഫായിട്ടാണ് ഡ്രിങ്ക് ചെയ്യേണ്ടത്. ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ നന്നായിട്ട് വൈൻ ടോസ്റ്റ് ചെയ്യും. Future has come in our way, but today I am thankful for you. You color the edges of all we've been through. Everything beautiful comes into view. I see what the headlines could never report. You are what's good in the world. When I look in your eyes, all I see is light, and the darkness around us gets smaller. Today, I am thankful for you. Today, I am thankful for you. Thankful for you. Hand in hand, side by side, gratitude will be our guide. Heaven knows what we might find tomorrow, but today I am thankful for you. Today, I am thankful for you. Oh, today, I am thankful for you. Today, I am thankful for you. Are we through this valley or only halfway? Can't tell if the sky is turning blue or more gray.
For your mercy never fails me. All my days I've been held in your hands. From the moment that I wake up till I lay my head, I will sing of the goodness of God. 'Cause all my life you have been faithful, and all my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. I love your voice. You have led me through the fire. In the darkest nights, you are close like no other. I've known you as a father, I've known you as a friend. I have lived in the goodness of God, yeah. 'Cause all my life you have been faithful, and all my life you have been so, so good. With every breath that I am able, I will sing of the goodness of God, yeah. Your goodness is running after, it's running after me. Your goodness is running after, it's running after me. With my life laid down, I'm surrendered now. I give you everything. Your goodness is running after, it's running after me. 'Cause all my life you have been faithful, and all my life you have been so, so good. With every breath that I am able, I'm gonna sing of the goodness of God. I'm gonna sing, I'm gonna sing. 'Cause all my life you have been faithful. 'Cause all my life you have been so, so good, yeah. With every breath that I am able, I will sing of the goodness of God. I'm gonna sing of the goodness of God. I found her. I spent years chasing down the wrong roads, looking for a place to belong, praying God would send somebody to walk beside me all along. There were nights I almost stopped believing, wondered if love would find me too. But heaven had a plan much bigger than anything I ever knew. Every prayer I whispered, every tear I cried, every door that closed was leading me to this night. I found her right when I needed her the most. I found her like a light when all my hope was gone. And when she takes my hand, I know where I
waited for. The one I've waited for. And now the future feels a little brighter, standing here with you tonight, building on a promise from heaven, holding on to something right. Through the seasons that will come before us, through the years that quickly fly, I'll thank God for this very moment, for the day He changed my life. Heavy road behind me, every step unknown was leading to the day God brought our hearts back home.